ഹലോ ഓൾ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 10th ക്ലാസ്സിൻ്റെ ബയോളജി ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്കൻഡ് സെഷനാണ്. സോ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നത്തെ എടുക്കുന്ന ടോപ്പിക് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ന്യൂറോൺ. സോ എന്താണ് ന്യൂറോൺ? നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ, നമുക്ക് എല്ലാവർക്കും അറിയാം നെർവസ് സിസ്റ്റം എന്താണെന്ന്, റൈറ്റ്? സോ നെർവസ് സിസ്റ്റത്തിലെ ദ വെരി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് ന്യൂറോൺ അഥവാ നെർവ് സെൽ എന്ന് പറയുന്നത്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ, ഏതൊരു കമ്പോണൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതേമാതിരി ബേസിക് സ്ട്രക്ചറാണ് അവിടെ ആറ്റം, അല്ലെങ്കിൽ ദ സ്മോളസ്റ്റ് ദ സ്റ്റാർട്ടിങ് സ്ട്രക്ചറാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ യൂണിറ്റിനെയാണ് നമ്മൾ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്നത്. സോ ഏതൊരു സെല്ലിൻ്റെ പോലെ തന്നെ നമ്മുടെ ന്യൂറോണിനും ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. കണ്ടോ? നമ്മുടെ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് സെൽ ഇൻ അവർ ബോഡിയാണ് ന്യൂറോൺ. ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ? ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമല്ലേ, അതിന് നമ്മൾ എന്തു പറയും? ആ ഒരു സെൽ ബോഡി ആ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് നമ്മൾ സെൽ ബോഡി എന്ന് പറയും. അവിടുന്ന് ഒരു പൈപ്പ് പോലെ പോകുന്ന കണ്ടില്ലേ, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, അതിന് നമ്മൾ ആക്സോൺ എന്ന് പറയും. ഈ ആക്സോൺ നേരെ പോയിട്ട് പിന്നത്തെ വരുന്ന ഭാഗത്ത് നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറയുന്നു. ഈ ആക്സോണൈറ്റ് പിന്നെ ബ്രാഞ്ചസ് ആകുന്നു. ആ ബ്രാഞ്ചസ് ആയിട്ട് ആ ഓരോ ബ്രാഞ്ചസിൻ്റെ എൻഡിന് ചെറിയ ഉണ്ട ബോൾസ് മാതിരി ഒരു സ്ട്രക്ചർ കാണാം. അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആക്സോണായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഈ സെൽ ബോഡി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗവും ബ്രാഞ്ച് ആകുന്നുണ്ട്. സോ ഈ ബ്രാഞ്ച് ആകുന്നതിൻ്റെ മുമ്പ് തന്നെ സ്മോൾ ആയിട്ടുള്ളൊരു ഫിലമെൻ്റ് ആയിട്ട് മാറും. നാരോ ലൈക്ക് പോർഷൻ ആയിട്ടാണ് പിന്നെ ബ്രാഞ്ചസ് ആവുന്നത്, റൈറ്റ്? സോ ആ നാരോ പോർഷന് നമ്മൾ എന്ത് പറയും? ആ ഒരു ഷോർട്ട് ഫിലമെൻറ്റിനെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയും. ആ ഡെൻഡ്രോൺ ആണ് പിന്നീട് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത്. സോ ആ ബ്രാഞ്ചസിന് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയും. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് എ നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പാർട്സ് ആണ് ഇവർക്കുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെൽ ബോഡി ഉണ്ട്. ഈ സെൽ ബോഡി പിന്നെ സ്മോൾ ഫിലമെൻ്റ് ആയിട്ടുള്ള ഡെൻഡ്രോൺസ് ആവുന്നു. ആ ഡെൻഡ്രോൺസ് പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് ഡെൻഡ്രൈറ്റ് ആകുന്നു. പിന്നെന്താ? പിന്നെ ഈ സെൽ ബോഡി കണ്ടോ, സെൽ ബോഡിയിൽ നിന്ന് നേരെ ആക്സോൺ വരുന്നു. ആ ഒരു ആക്സോൺ സ്പ്ലിറ്റ് ആയിട്ട് ആക്സോണൈറ്റ് ആകുന്നു. ആക്സോണൈറ്റ് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നു. എന്നിട്ട് ആ ഓരോ ബ്രാഞ്ചസിൻ്റെ എൻഡിൽ ഒരു നോബ് ഉണ്ട്, അതിന് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. സോ ഈ ഓരോ പാർട്സിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസുകളുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡെൻഡ്രൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെൻഡ്രൈറ്റ് പറഞ്ഞ പോലെ ഡെൻഡ്രോൺസിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് തൊട്ടപ്പുറത്തേക്ക് എടുക്കുന്ന ന്യൂറോണിൽ നിന്നും ഇമ്പൾസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോക്ക് മാതിരി അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ഈ ബോഡിയിലോട്ട് നമുക്ക് എന്തായാലും ബ്രെയിനിലോട്ട് മെസ്സേജ് പാസ് ചെയ്യണമല്ലോ. ലൈക്ക് ഏതെങ്കിലും സ്റ്റിമുലസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെൻസ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലോട്ട് റീച്ച് ചെയ്തിട്ട് പിന്നെ വേണം അതിൻ്റെ റെസ്പോൺസസ് തിരിച്ചു കൊടുക്കാനായിട്ട്, അല്ലേ? സോ ആ പോകുന്ന പാത്വേ ആണ് മെയ്ഡപ്പ് ഓഫ് നെർവ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് പറയുന്നത്. സോ ഈ റോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, റോഡ് മാതിരിയാണ്. നമുക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലത്തിലോട്ട് എത്തണമെങ്കിൽ റോഡ് വഴിയാണല്ലോ നമ്മൾ പോകുന്നത്. അതേമാതിരി ഇമ്പൾസസ് ബ്രെയിനിലോട്ട് എത്തിക്കണമെങ്കിൽ ഈ നെർവ് സെൽസിൽ കൂടെ വേണം പോവാനായിട്ട്. സോ ഈ വരുന്ന ഇമ്പൾസസ് നെർവിൻ്റെ ഉള്ളിലോട്ട് റിസീവ് ചെയ്യിക്കുന്നത് നമ്മുടെ ഈ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റുകളാണ്. ഈ ഡെൻഡ്രൈറ്റിൽ കൂടെ നമ്മൾ
ഡെൻഡ്രോണിലോട്ട് പോകുന്നു. സോ ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത്? ഡെൻഡ്രോൺ ഒരു ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഫ്രം ദി സെൽ ബോഡി. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി ഡെൻഡ്രൈറ്റ്സ് ടു ദി സെൽ ബോഡി. നമ്മുടെ ഡെൻഡ്രൈറ്റ് ബ്രാഞ്ചസ് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റ്സ് ഈ ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു, എന്നിട്ട് ഡെൻഡ്രോണിലോട്ട് കൊടുക്കുന്നു. ഡെൻഡ്രോൺ ഇതൊക്കെ എടുത്തിട്ട് സെൽ ബോഡിയിലോട്ട് കൊടുക്കുന്നു. എന്ത്? ഇമ്പൾസസിനെ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്സോണിന്റെ ഭാഗമാണ് വരുന്നത്. ഒരു നെർവ് സെല്ലിന്റെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് പാർട്ടാണ് ആക്സോൺ. ആക്സോൺ ഇസ് ദ ലാർജസ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. ഇതും ഒരു ഫിലമെന്റ് ആണ്. സോ ഷോർട്ട് ഫിലമെന്റ്സിന് ഡെൻഡ്രോണും ലാർജ് ഫിലമെന്റിന് ആക്സോണും എന്നാണ് പറയുന്നത്. ആക്സോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ഈ സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസസിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നത് ഈ ആക്സോൺ വഴിയാണ്. ഈ ആക്സോണിൽ കൂടെ ഇമ്പൾസസ് പോയി കഴിഞ്ഞാൽ പിന്നീട് ആക്സോൺ അങ്ങ് സ്പ്ലിറ്റ് ആവുന്നു. അതിനാണ് ആക്സോനൈറ്റ് എന്ന് പറയുന്നത്. സോ ആക്സോനൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ആണ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. സോ സിനാപ്റ്റിക് നോബിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു എൻഡ് പോർഷൻ ആണ്. അവിടെയിലോട്ട് ഇമ്പൾസസിനെ ക്യാരി ചെയ്യിക്കുന്നത് ഈ ആക്സോനൈറ്റ് ആണ്. അങ്ങനെ ആക്സോനൈറ്റ് നേരെ ബ്രാഞ്ച് ചെയ്തിട്ട് നമ്മുടെ സിനാപ്റ്റിക് നോബിലോട്ട് എത്തുന്നു. ഒരു ആക്സോനൈറ്റിന്റെ ടിപ്പിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിക്രീറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, സോ സിനാപ്റ്റിക് നോബിന് ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സിക്രീറ്റ് ചെയ്യും. സോ ഇതൊക്കെ കൂടാതെ ഒരു സംഭവം കൂടിയുണ്ട്, സ്ക്വാൻ സെൽ എന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സോൺ കണ്ടോ, ഈ ആക്സോൺ ആണ് ഈ ഒരു നെർവ് സെല്ലിന്റെ ലാർജസ്റ്റ് പോർഷൻ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാംഫുൾ ആയിട്ട് അല്ലെങ്കിൽ വല്ല എക്സ്റ്റേണൽ ഷോക്സുകളൊക്കെ ലഭിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ആക്സോണിന് ഈ ഇമാതിരി എക്സ്റ്റേണൽ ഷോക്സുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു കവറിങ് കൊടുക്കുന്നുണ്ട്. ആ കവറിങ്ങിനെയാണ് നമ്മൾ സ്ക്വാൻ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് സ്ക്വാൻ സെൽസ് എൻസർക്കിൾ ദി ആക്സോൺ. ഇതുമാതിരി റൗണ്ട് ആയിട്ട് ആക്സോണിന്റെ ചുറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഈ സ്ക്വാൻ സെൽസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ വല്ല ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാർസൽ ഇങ്ങനെ കിട്ടുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെ ഈ കുഷൻ ലൈക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ബബിൾസ് ലൈക്ക് ഉള്ള സംഭവം ഇങ്ങനെ കവർ ചെയ്യില്ലേ, ഒരു ഷീറ്റ് മാതിരി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിന് നാശമാവാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതല്ലേ. അതേമാതിരത്തെ ഒരു ഫംഗ്ഷനാണ് ഈ സ്ക്വാൻ സെല്ലും ചെയ്യുന്നത്. ഓക്കെ, സോ സ്ട്രക്ചർ വൈസ് ആയിട്ട് ഇത്ര കാര്യങ്ങളാണ് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. മൈലിൻ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആക്സോൺസും ന്യൂറോൺസിലുള്ള മിക്ക ആക്സോൺസും റിപ്പീറ്റഡ്ലി എൻസർക്കിൾഡ് ബൈ മൈലിൻ. മൈലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മെംബ്രെയിൻ കണ്ടെയ്നിങ് ലിപ്പിഡ്. ലിപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാറ്റ് മോളിക്യൂൾ ആണ്. അപ്പോൾ ഈ ഫാറ്റ് മോളിക്യൂൾ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് മൈലിൻ. ഈ മൈലിൻ ആക്സോൺസിന്റെ ചുറ്റും എൻസർക്കിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എൻസർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യണം. എങ്ങനെ? നമ്മളിപ്പോൾ ഒരു ട്യൂബോ അല്ലെങ്കിൽ ഒരു ചെറിയ പൈപ്പോ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രോ എടുക്കുക. അതാണ് ആക്സോൺ എന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു ത്രെഡോ അല്ലെങ്കിൽ ഒരു ത്രെഡ് എടുക്കുക. എന്നിട്ട് ആ ഒരു സ്ട്രോമെ നമ്മളിങ്ങനെ ചുറ്റുക. അതിനാണ് നമ്മൾ ഈ എൻസർക്കിൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ ചുറ്റുമ്പോൾ ഈ സ്ട്രോനെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ എൻസർക്കിൾ ചെയ്യുന്നത്, റൈറ്റ്? സോ ആക്സോൺസിന് ചുറ്റും എൻസർക്കിൾ ചെയ്തപ്പെട്ട ഒരു ലിപ്പിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന മെംബ്രെയിൻ ആണ് മൈലിൻ അല്ലെങ്കിൽ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മൈലിൻ ഷീറ്റ് രണ്ട് രീതിക്ക് നമുക്ക് പറയാം. ഈ മൈലിൻ ഷീറ്റ് സപ്പോസ് ഈ ഒരു ന്യൂറോൺ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ
സ്പൈനൽ കോഡിലാന്ന് വിചാരിച്ചോ. ഓക്കെ, എവിടെയൊക്കെ നമുക്ക് ന്യൂറോൺസ് കാണാം? നമുക്ക് ഈ നെർവ്സ് പോകുന്ന എല്ലാ പാത്തുകളിലാണ് ഈ ന്യൂറോൺസ് കാണപ്പെടുന്നത്. ഇമ്പൾസസ് ഒക്കെ പാസ് ചെയ്യുന്ന ഭാഗത്തേക്കൂടെ, റൈറ്റ്? സോ മെയിൻലി നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡിലും ഉള്ള നെർവ് സെൽസുകളില്ലേ, അവിടുത്തെ നെർവ് സെൽസുകളിൽ ഉള്ള ഈ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയേക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസ് കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഭാഗങ്ങളിൽ അല്ലാത്ത ഭാഗങ്ങളിലുള്ള നെർവ്സ് മിക്കവാറും അവരുടെ ആക്സോൺസ് ഒറ്റ ആക്സോൺ അല്ലാണ്ട് കുറച്ച് ആക്സോൺ, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺ നമ്മൾ നെർവ് എന്ന് പറയും. ഓക്കെ, സോ ഈ നെർവ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആക്സോണിനെ അങ്ങനെ കൂടിയിട്ടായിരിക്കും പ്രൊട്ടക്ഷൻ മാതിരി മൈലിൻ ഷീറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയേക്കുന്നത് സ്ക്വാൻ സെൽസ് കൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. നമ്പർ 1, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെർവ് സെൽ ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ ആണെങ്കിൽ അവരുടെ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയേക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് കൊണ്ടാണ്. ഇനി ഈ പറഞ്ഞ 2 ഭാഗങ്ങളിൽ അല്ലാണ്ട് ഉള്ള ഒരു നെർവ് സെല് മിക്കവാറും നെർവ് എന്നുള്ള രീതിക്കായിരിക്കും കാണാം. നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആക്സോൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആക്സോണിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നെർവിനെ നമ്മൾ പ്രൊട്ടക്ഷന്റെ രീതിയിൽ മൈലിൻ ഷീറ്റ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരു ഫുൾ ഹോൾ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയേക്കുന്നത് സ്ക്വാൻ സെൽസ് കൊണ്ടാണ്. ഓക്കെ, സോ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, ഇവിടെ ഒറ്റ ആക്സോണേ കാണുന്നുള്ളൂ. ഒറ്റ ആക്സോൺ കണ്ടോ, ഒരു സ്ട്രോ പോലെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ചുറ്റും കണ്ടോ ത്രെഡ് കൊണ്ട് നമ്മളിങ്ങനെ എൻസർക്കിൾ ചെയ്യുന്ന പോലെ, അതാണ് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ഈ ഒരു പെർട്ടിക്കുലർ ഇവിടെ മൈലിൻ ഷീറ്റ് കാണിച്ചേക്കുന്നത് സ്ക്വാൻ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. മറ്റേ ഭാഗത്ത് കണ്ട ഒലിഗോഡെൻഡ്രോസൈറ്റ്, അതായത് ഇത് മിക്കവാറും ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞ ഭാഗം കാരണം നമുക്ക് മനസ്സിലാവണം ഈ ഒരു പെർട്ടിക്കുലർ നെർവ് സെൽ ബ്രെയിനിലോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് ഈ ഒരു പോർഷനിലുള്ളത്. നെക്സ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒലിഗോഡെൻഡ്രോസൈറ്റ്സും സ്ക്വാൻ സെൽസും ഈ സ്മോൾ ബോക്സ് കണ്ടോ, സി ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് സ്ക്വാൻ സെൽസ് provide protection to nerves, neurons. So ന്യൂറോൺസിന് ഇവർ രണ്ടുപേരും പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. An oligodendrocyte constructs a myelin sheet by covering the different axons simultaneously or by covering the different parts of the same axon. ഒരേ ആക്സോണിന്റെ പല ഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റുമ്പോൾ ആ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയേക്കുന്നത് ആ മൈലിൻ ഷീറ്റ് ഇവിടെ സൈമിൾട്ടാനിയസ്ലി എന്ന് പറയുന്നുണ്ടല്ലേ, റൈറ്റ്? ദ ഡിഫറെൻറ്റ് ആക്സോൺസ് ഒന്നല്ലെങ്കിൽ ഒരൊറ്റ ആക്സോണിന് ചുറ്റുക, അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ പല ഭാഗത്തും റിപ്പീറ്റഡ്ലി ചുറ്റുക, അതിന് നമ്മൾ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നു. പക്ഷെ അതേ സമയത്ത് പറയുന്നുണ്ട് മൈലിൻ ഷീറ്റ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്വാൻ സെൽസ് സീൻ ഇൻ ദി ആക്സോൺസ് ആൻഡ് നെർവ്സ്. നെർവ്സ് എന്ന് ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആണ്. ഓക്കെ, ആ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിലുള്ള ആക്സോൺസിനെ ഉള്ള മൈലിൻ ഷീറ്റ് മെയ്ഡ് ചെയ്തേക്കുന്നത് സ്ക്വാൻ സെൽസ് കൊണ്ടാണ്, റൈറ്റ്? സോ ആ ഒരു ടേബിൾ കഴിഞ്ഞു. സോ ഈ സെയിം തിങ്ങിനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. സി നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ, പിന്നെ മൈലിൻ ഷീറ്റ് ഇൻ ദി നെർവ്സ്. ഈ നെർവ്സിലുള്ള മൈലിൻ ഷീറ്റാണ് ഞാൻ പറഞ്ഞിരുന്നു. നെർവ്സിലുള്ള മൈലിൻ ഷീറ്റാണ് സ്ക്വാൻ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. മൈലിൻ ഷീറ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഉള്ള മൈലിൻ ഷീറ്റ് ആണെങ്കിൽ അവരുണ്ടാക്കിയേക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. പിന്നെന്താ, ദ മൈലിൻ ഷീറ്റ് ആസ് എ ഷൈനി വൈറ്റ് കളർ. അത് ഞാൻ പറഞ്ഞുതരാം. ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തിളങ്ങുന്ന ഒരു വൈറ്റ് കളർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്, അല്ലേ? സോ ഈ ബ്രെയിനിലും അതേമാതിരി തന്നെ സ്പൈനൽ കോഡിലും നെർവ് സെൽസ് മൈലിനേറ്റഡ് ഉള്ള നെർവ് സെൽസ് അല്ലേ, അതിന് മൈലിനേറ്റഡ് നെർവ് സെൽസ് പറയും. ഓക്കെ, സോ ദി നെർവ് സെൽസ് വിത്ത് ദ മൈലിനേറ്റഡ് ഷീറ്റ്സ് ആർ കോൾഡ് ആസ് മൈലിനേറ്റഡ് നെർവ് സെൽസ്. എല്ലാ നെർവ് സെൽസും
മൈലിനേറ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല. ചില ഭാഗങ്ങളിൽ നോൺ മൈലിനേറ്റഡ് ആവാം. ഓക്കെ, സോ ഈ പ്രൊട്ടക്ഷൻ എല്ലാ നെർവ് സെൽസിനും കൊടുക്കണം എന്നില്ല. പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു ഭാഗത്തിന് നമ്മൾ നോൺ മൈലിനേഷൻ എന്ന് പറയും. സോ ഈ നോൺ മൈലിനേഷൻ ആയിട്ടുള്ള നെർവ് സെൽസിനെ നമ്മൾ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് എന്ന് പറയും. സോ ബേസിക്കലി ദർ ആർ 2 ടൈപ്സ്, ഒന്ന് മൈലിനേറ്റഡ്, ഒന്ന് നോൺ മൈലിനേറ്റഡ്. സോ പ്രൊട്ടക്ഷനുള്ള നമ്മുടെ മൈലിനേറ്റഡ് നെർവ് സെൽസ് ഈ ബ്രെയിൻ സെൽസിലും അതും ഈ ബ്രെയിനിൻ്റെ ചില പാർട്സുകളിലും പിന്നെ സ്പൈനൽ കോഡുകളിലും കൂടുതലാവാം. ആ കൂടുതലുള്ള ഭാഗങ്ങളിൽ വൈറ്റ് മാറ്റർ എന്ന് പറയും. ഓക്കെ, ഇതേമാതിരി തന്നെ മൈലിനേഷൻ ഇല്ലാത്ത നെർവ് സെൽസ് അഥവാ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ്, ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഗ്രേ കളറായിരിക്കും. സോ പ്രൊട്ടക്ഷൻ കൂടുതലുള്ള ഭാഗം വൈറ്റ് കളറായിരിക്കും, പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു ഭാഗത്തെ ഗ്രേ കളറായിരിക്കും. ഓക്കെ, ഇനി മൈലിനേഷൻ അല്ലെങ്കിൽ മൈലിനേറ്റഡ് ഷീറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പാർട്ട് ഫ്രം ദിസ് പ്രൊട്ടക്ഷൻ നമ്മുടെ ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ആക്സോൺ ആണല്ലോ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് എ നെർവ്. അപ്പോൾ ആ നെർവ് സെൽ, സോ ആ ഭാഗത്തിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് ഒരുമാതിരി എനർജി കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഇമ്പൾസസ് അങ്ങ് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കും. അതായത് പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്യാനായിട്ട് ഇവർ സഹായിക്കും. പിന്നെ ആക്ട് ആസ് എൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് പ്രൊട്ടക്ട് ദി ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള വല്ല ഇഫക്ട്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഷോക്സും കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ആക്സോണിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യിക്കും. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീറ്റ്, അതായത് it provides nutrients and oxygen to the axon. Point 1. Second one, it accelerates impulses. Point 3, acts as an electric insulator and protect the axon from external shock. Okay, സോ ഈ ഒരു ചെറിയ പോർഷനാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ പീപ്പിൾ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഓക്കെ, സോ താങ്ക് യു.